നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട പൊരിക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇത് ചോറിൻ്റെ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഇത് നല്ല സ്പൈസിയും അതേപോലെ തന്നെ പ്രത്യേക മസാലയാണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ ബാച്ചിലേഴ്സിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള റെസിപ്പിയും കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അധികം വണ്ണത്തിൽ അരിയരുത്, നേരിയതായിട്ട് വേണം അരിയാനായിട്ട് കേട്ടോ. അപ്പോൾ ദേ ഈ കാണുന്ന അത്രയും സൈസിലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. വലിയ വീതിയൊന്നുമില്ല, ദേ ഈ കാണുന്ന അത്രയും വലുപ്പം മാത്രമാണ് നമ്മൾ ക്യാരറ്റിന് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വീതി അധികം കുറഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. മസാല റെഡിയാക്കാൻ പാനിൽ നമ്മൾ എണ്ണ ഇട്ടിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ 2 ടീസ്പൂൺ കടലമാവും കൂടെയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുള്ളത് കേട്ടോ. പൊടികളായിട്ടാണല്ലോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഗ്യാസ് നേരത്തെ ഓണാക്കാതിരുന്നത്. കാരണം ഗ്യാസ് ആദ്യം ഓണാക്കി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊടികൾ ഇട്ടതിന് ശേഷം മാത്രം ഗ്യാസ് ഓണാക്കിയത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മസാല ഏകദേശം ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചോറിന് കൂട്ടാനായിട്ട് ഇത് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. മിക്ക കുട്ടികൾക്ക് നോൺ വെജ് ആയിരിക്കും ഇഷ്ടം, പച്ചക്കറിയൊക്കെ കഴിക്കാനായിട്ട് നല്ല മടിയായിരിക്കും. എന്നാൽ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ പ്രത്യേകത മസാല തന്നെയാണ് കേട്ടോ. ഇതേപോലെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കറിയുടെ വിഭവങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് എടുത്ത് കാണുക. അപ്പോൾ നമ്മളിവിടെ ക്യാരറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒന്ന് ഏകദേശം ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ക്യാരറ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം സമയം എടുത്തിട്ടില്ല വേവിച്ചെടുക്കാനായിട്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ക്യാരറ്റ് സ്റ്റിർ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ വർദ്ധിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെ ഈ ഒരു റെസിപ്പി എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ചോറിൻ്റെ കൂടെ നിങ്ങൾക്കിത് ഉറപ്പായിട്ടും കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെജിറ്റേറിയൻ സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. ഇതേപോലെ തന്നെ വെജിറ്റബിൾ ഉപയോഗിച്ച് നമുക്ക് നല്ല ടേസ്റ്റിൽ ഡിഷസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാണ്ട് നമ്മളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.